ഹലോ എവ്രി വൺ, വെൽക്കം ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ മണ്ണിൻ്റെ കിനാവുകളിലെ പ്രവർത്തനങ്ങളാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഈണത്തിൽ ചൊല്ലിയും അതുപോലെ അതിൻ്റെ ആശയം വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്രചോദനം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനത്തിൽ ഈ കവിത മൗനമായി 1-2 തവണ വായിക്കുവാനും പിന്നീട് ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 1-2 തവണ ആ ഒരു കവിത കേട്ട് പഠിക്കുക, ശേഷം ഒപ്പം ചൊല്ലി പഠിക്കുക. അടുത്തത് പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. അപ്പോൾ കുറേ പൂക്കളെ കുറിച്ച് നമ്മൾ കവിതയിൽ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? മുക്കുറ്റി, തുമ്പ, പനിനീർ, മുല്ല, കോളാമ്പി, ചെണ്ടുമല്ലി, ജമന്തി, കൃഷ്ണകിരീടം. ഇവയുടെയൊക്കെ ചിത്രങ്ങൾ വരച്ച് ചേർക്കുക, എന്നിട്ട് അതിൻ്റെ പേരെഴുതുക. അതുപോലെ നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറാനാണ്. അതായത് ഓരോ ഗ്രൂപ്പായി ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുകയും അവയുടെ സവിശേഷതകൾ അവതരണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് ഓരോ പൂക്കളായിട്ട് അതിലെ വരികളും അവയുടെ സവിശേഷതകളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ പൂവ് ഏതാണ്? മുക്കുറ്റിയാണല്ലേ. അതിൽ കവിതയിൽ പറഞ്ഞിട്ടുള്ള വരി ഏതാണ്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. അവയുടെ സവിശേഷതകൾ: പറമ്പുകളിലും തൊടികളിലും കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ചെറിയ കുറ്റിച്ചെടിയാണ് മുക്കുറ്റി. ഔഷധ ഗുണമുള്ള ഈ ചെടി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി. അടുത്തതായി കവിതയിൽ തുമ്പപ്പൂവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അതിലെ വരി: പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വെളുത്ത പൂക്കളുള്ള ഒരു ഔഷധ സസ്യമാണ് തുമ്പ. ഇത് വീടുകളുടെ പറമ്പിലും വഴിയോരങ്ങളിലും സാധാരണയായി വളരുന്നു. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ തുമ്പപ്പൂ ഉപയോഗിക്കാറുണ്ട്. ഇനി ജമന്തി പൂക്കളെ കുറിച്ച് കവി എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. അവയുടെ സവിശേഷതകൾ നോക്കാം. മഞ്ഞ, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായ പൂവാണ് ജമന്തി. പൂമാല കെട്ടാനും അലങ്കാരത്തിനും ഈ പൂവ് ഉപയോഗിക്കുന്നു. ജമന്തി കൃഷി ചെയ്ത് വിൽക്കുന്നതിനാൽ ഇത് ഒരു വ്യാപാര വിളയാണ്. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പൂക്കളം എന്നിവ അലങ്കരിക്കാനും ജമന്തിപ്പൂ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കോളാമ്പി പൂവ്. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മക്കളെ? മഞ്ഞ നിറത്തിലുള്ള നക്ഷത്രാകൃതിയിലുള്ള മനോഹരമായ പൂവാണ് കോളാമ്പി പൂവ്. മഴക്കാലത്ത് ധാരാളം പൂക്കൾ വിരിയാറുണ്ട്. പൂക്കളം ഒരുക്കാനും തോട്ടം അലങ്കരിക്കാനും കോളാമ്പിപ്പൂ ഉപയോഗിക്കാറുണ്ട്. ഇനി പനിനീർപ്പൂവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അവയുടെ സവിശേഷതകൾ: നല്ല സുഗന്ധമുള്ള മനോഹരമായ പൂവാണ് പനിനീർപ്പൂവ്. പനിനീർ ചെടിക്ക് മുള്ളുകളുണ്ട്. ചുവപ്പ്, വെള്ള, മഞ്ഞ, പിങ്ക് തുടങ്ങി പല നിറങ്ങളിൽ പനിനീർപ്പൂ കാണപ്പെടുന്നു. ഈ പൂവിൽ നിന്ന് സുഗന്ധമുള്ള പനിനീർ, അതായത് റോസ് വാട്ടർ, നിർമ്മിക്കുന്നു. അലങ്കാരത്തിനും പൂമാല കെട്ടാനും സമ്മാനമായി നൽകാനുമെല്ലാം പനിനീർപ്പൂ ഉപയോഗിക്കാറുണ്ട്. മുല്ല. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. വെളുത്ത നിറത്തിലുള്ള നല്ല സുഗന്ധമുള്ള പൂവാണ് മുല്ലപ്പൂവ്. ഇത് ചെറിയ കുറ്റിച്ചെടിയായോ വള്ളിച്ചെടിയായോ വളരുന്നു. പൂമാല കെട്ടാനും മുടിയിൽ ചൂടാനും അലങ്കാരത്തിനും മുല്ലപ്പൂ ഉപയോഗിക്കാറുണ്ട്. മുല്ലപ്പൂക്കൾ വിരിയുന്നത് രാത്രിയിലാണ്. അടുത്തത് കൃഷ്ണകിരീടം. ചെന്താരുകൾ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണകിരീടത്തെയാണ്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചുവന്ന നിറത്തിലുള്ള മനോഹരമായ ഒരു പൂവാണ് കൃഷ്ണകിരീടം. ഇതിൻ്റെ പൂക്കൾ തട്ടുകളായി വിരിഞ്ഞ് ഒരു കിരീടം പോലെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പൂവിന് കൃഷ്ണകിരീടം എന്ന പേര് ലഭിച്ചത്. ഈ പൂക്കൾ ചിത്രശലഭങ്ങളെയും തേനീച്ചകളെയും ആകർഷിക്കുന്നു. ഓണക്കാലത്ത് ഈ ചെടിയിൽ ധാരാളം പൂക്കൾ വിരിയാറുണ്ട്. അതിനാൽ ചില സ്ഥലങ്ങളിൽ ഓണപ്പൂക്കളത്തിലും ഈ പൂവ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് വാടാമലർ അല്ലെങ്കിൽ ചെണ്ടുമല്ലി. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ.
വയലറ്റ്, പിങ്ക് തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായ ചെടിയാണ് വാടാമലർ. ചെടി നിറയെ പൂക്കൾ കുലകളായി ദിവസങ്ങളോളം വാടാതെ പുതുമയോടെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് വാടാമലർ എന്ന പേര് വന്നത്. പൂമാലകൾ ഉണ്ടാക്കാനും അലങ്കാരത്തിനും ഉപയോഗിക്കാറുണ്ട്. അടുത്ത പ്രവർത്തനം ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതു പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞ പൂക്കളെക്കുറിച്ചൊക്കെയുള്ള കവിതയിലെ വരികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സ്വന്തമായി അതൊന്നുകൂടി ഓർത്തെടുക്കാനും മറന്നുപോയത് വീണ്ടും നോക്കി ഈണത്തിൽ പാടി പഠിക്കാനും ശ്രമിക്കുക. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ കവിത വായിച്ചിട്ട് അതിലെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്, എന്തൊക്കെയാണ് കവി പൂക്കളെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ഒരു ഉത്തര മാതൃക നൽകാം. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ കവി പലതരത്തിലുള്ള പൂക്കളെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പൂക്കൾ ഭൂമിയുടെ മക്കളും മണ്ണിൻ്റെ ഓമൽ കിനാവുകളും ജീവന്റെ പ്രേമ പ്രതീക്ഷകളുമാണെന്ന് കവി പറയുന്നു. ഓരോ ദിവസവും വിരിയുന്ന പൂക്കളെക്കുറിച്ച് അമ്മയായ ഭൂമിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം കാണാമെന്നും പൂക്കളുടെ ഇതളുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലത്തുള്ളികൾ അവയ്ക്ക് മനോഹരമായ അലങ്കാരമാണെന്നും കവി സങ്കല്പിക്കുന്നു. ഏത് ചൂടിലും വാടാതെയും ഏതിരുട്ടിലും പുഞ്ചിരിയോടെ നിൽക്കുന്നതുമായ പൂക്കൾ ജീവിതത്തിൽ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകങ്ങളാണ് പൂക്കൾ എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. പ്രകൃതിയെ സ്നേഹിക്കാനും പൂക്കളെ സംരക്ഷിക്കാനും ഈ കവിത നമ്മെ പ്രചോദിപ്പിക്കുന്നു. അടുത്ത ആക്ടിവിറ്റി പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ വരികളിലെ പൂക്കളുടെ ആ ഒരു സവിശേഷതയ്ക്കൊപ്പം മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുക. എന്തൊക്കെയാണോ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ ചെയ്യുക. ഒരു മാതൃക കുറിപ്പ് തരാം. പി. മധുസൂദനൻ നായരുടെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പൂക്കളുടെ സൗന്ദര്യവും സവിശേഷതകളുമാണ് അവതരിപ്പിക്കുന്നത്. ഭൂമിയുടെ മനോഹരമായ സ്വപ്നങ്ങളാണ് പൂക്കളെന്ന് കവി പറയുന്നു. പൂക്കൾ വിരിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് വിശാലമായ നീലാകാശമാണ്. ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം പ്രതിഫലിക്കുന്നത് പോലെ തോന്നുന്നു. പൂവിതളുകളിൽ പതിക്കുന്ന മഞ്ഞുതുള്ളികൾ അവ ധരിക്കുന്ന മാല പോലെയാണ്. ആ മഞ്ഞുതുള്ളികൾ തട്ടുമ്പോൾ പൂക്കൾ സന്തോഷിക്കുന്നത് പോലെ കവി സങ്കല്പിക്കുന്നു. ഏതു ചൂടിലും വാടാതെ നിൽക്കാനും ഏതിരുട്ടിലും മന്ദഹാസത്തോടെ വിരിഞ്ഞു നിൽക്കാനും കഴിയുന്നവരാണ് പൂക്കൾ. ജീവിതത്തിലെ പ്രയാസങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്നവരെ പോലെയാണ് അവർ. ചുറ്റുമുള്ളവർക്ക് ഭംഗിയും സുഗന്ധവും സന്തോഷവും പകരുന്ന പൂക്കളെ സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞ ജീവിതത്തിൻ്റെ പ്രതീകമായാണ് കവി അവതരിപ്പിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി താഴെ തന്നിരിക്കുന്ന മനോപടം പൂർത്തിയാക്കി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇതിൽ കവിതയുടെ പേരെന്താണ്? മണ്ണിൻ്റെ കിനാവുകൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകളാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതി ചേർക്കാം. ഇനി കവിയെക്കുറിച്ചാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത പി. മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അടുത്തതായി പ്രധാന ആശയങ്ങളാണ്. പൂക്കൾ മണ്ണിൻ്റെ സ്വപ്നങ്ങളാണ്. ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കവിത പഠിപ്പിക്കുന്നു. ഇങ്ങനെ നമുക്ക് എന്താണോ ആ ഒരു കവിതയിൽ നിന്ന് മനസ്സിലായത് അതിൻ്റെ ആശയം അത് ചുവടെ എഴുതി ചേർക്കാം. ശേഷം സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും. ഓമൽ കിനാവുകൾ, പ്രേമ പ്രതീക്ഷകൾ, അതുപോലെ മഞ്ഞ നക്ഷത്രം, ഇങ്ങനെയുള്ള സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതി ചേർക്കാം. ശേഷം സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലൈബ്രറിയിൽ നിന്നോ മറ്റു സോഴ്സുകളിൽ നിന്നോ ഇതുപോലെയുള്ള കവിതകളിലെ വരികൾ എഴുതി ചേർക്കാം. ഉദാഹരണമായി മഹാകവി കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലെ 2 വരികളാണ്. പൂക്കുന്നിതാ മുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന അശോകം. അപ്പോൾ ഇതുപോലെ സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ കൂടി ഉൾപ്പെടുത്താൻ നോക്കുക. ഇനി മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി. മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൂക്കളുടെ സൗന്ദര്യവും നന്മയും ഈ കവിതയിൽ കവി മനോഹരമായി അവതരിപ്പിക്കുന്നു.
കവിയുടെ ഭാവനയിൽ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകളും ജീവന്റെ പ്രേമ പ്രതീക്ഷകളുമാണ്. കവിതയുടെ ആദ്യ ഭാഗത്തിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് കവി പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കൂറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. മുക്കൂറ്റിപ്പൂവിനെ സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്ന് ജനിച്ചവരായാണ് കവി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിലിന്റെ നിറവും മുക്കൂറ്റിപ്പൂവിന്റെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. സന്ധ്യാനേരത്തെ ആകാശത്തിന്റെ നിറം പോലെയാണ് ജമന്തി പൂക്കളുടെ ഭംഗിയെന്ന് കവി പറയുന്നു. അതിലൂടെ ജമന്തി പൂക്കളുടെ മനോഹരമായ നിറം കവി വരച്ചു കാട്ടുന്നു. പനിനീർ പൂക്കൾ മധുര സുഗന്ധം പരത്തുന്നു. ചെന്താരുകൾ രാജമുദ്രയണിഞ്ഞതുപോലെയും വാടാമല്ലികൾ ഭൂമിയിലെ കുങ്കുമപ്പൊട്ടുകളെ പോലെയും കവി സങ്കല്പിക്കുന്നു. ഈ പൂക്കളെ എല്ലാം തന്നെ ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണു തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. മഴത്തുള്ളികളാൽ മനോഹരമായ മാല ചാർത്തുന്നവരും ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരും ഏതിരുട്ടിലും പുഞ്ചിരിച്ചു നിൽക്കുന്നവരുമാണ് പൂക്കളെന്ന് കവി പറയുന്നു. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ എന്ന വരിയാണ് എനിക്ക് കവിതയിൽ ഏറെ ഇഷ്ടമായത്. ഈ വരിയിൽ കവി തുമ്പപ്പൂവിന്റെ വെളുത്ത ഭംഗിയെ പൂനിലാവിനോട് ഉപമിച്ചിരിക്കുന്നു. പൂനിലാവിന്റെ സൗന്ദര്യവും ശാന്തതയും നുകർന്നു വിരിഞ്ഞ പൂവാണ് തുമ്പയെന്ന് കവി ഭാവന ചെയ്യുന്നു. പൂക്കളെപ്പോലെ നന്മയും സ്നേഹവും ശുദ്ധമായ മനസ്സുമുള്ളവരായി ജീവിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. പൂക്കളുടെ ഭംഗിയും സുഗന്ധവും മാത്രമല്ല, അവ നൽകുന്ന സ്നേഹം, സന്തോഷം, പ്രത്യാശ, നന്മ എന്നിവയും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂക്കളെപ്പോലെ എല്ലാവരോടും സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും ജീവിക്കണമെന്ന നല്ല സന്ദേശമാണ് കവി ഈ കവിതയിലൂടെ നൽകുന്നത്. ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കൂറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇത് ഗ്രൂപ്പുകളായിട്ട് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ ഓരോ പൂക്കളെക്കുറിച്ചും അവയുടെ മറ്റു വിവരങ്ങളും സവിശേഷതകളും ഒക്കെ ചേർത്ത് ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ഒക്കെ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുകയും അത് സംഘമായി ചൊല്ലുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തനിയെ ചെയ്ത് നോക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റു കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ പ്രയോജനമായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അവരും ഈ ആക്ടിവിറ്റീസൊക്കെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് അവർക്കും ഹെൽപ്ഫുൾ ആവും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്